പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവുത്ത. അപ്പൊ ഇന്ന് ഒരു 3:30 ആവുമ്പോ താത്ത വരുന്നുണ്ട്. പ്ലാൻ ചെയ്തിരിക്കണേ സർപ്രൈസ് നമ്മളതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ മേടിച്ചിരിക്കണം കേട്ടോ. നമ്മള് ഉണ്ടാക്കണം. അപ്പൊ നമ്മളൊക്കെ വേണ്ടിട്ട് ഒരു ബൊക്കെ റെഡിയാക്കട്ടോ. അപ്പൊ എന്റെ അനിയത്തിനെ ഉണ്ടാക്കണ സഫേന ബൊക്കെയൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇതാണ് കേട്ടോ ബൊക്കേന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഗായ്സ് അപ്പൊ നമ്മളൊരു 12:30 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് നമ്മളെല്ലാരും ഉണ്ടായിനെ. ഓള് ഒരു 3:30 ആകുമ്പോ ഇറങ്ങുന്ന പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ പോയിട്ടോ. ഇനിയിപ്പോ ലാഗ് ആക്കണ്ട വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ കുറച്ച് കടികളൊക്കെ, അതായത് നെയ്വടിയൊക്കെ മേടിച്ചിരുന്നു കേട്ടോ. നമ്മൾ അതൊക്കെ തിന്നോണ്ട് ഇങ്ങനെ പോവാണ്. വണ്ടിയിൽ മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയണ്ടോ. കാരണം ഇപ്പൊ രാത്രി സമയമാണല്ലോ. അപ്പൊ ഉറങ്ങാതൊക്കെ വേണ്ടിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടേ നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറുന്നതിന്റെ മുമ്പ് ചായ ഒക്കെ കുടിച്ചിട്ടോ കയറിയത്. അപ്പൊ ഞങ്ങൾ ചായ ഒക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഇപ്പൊ മിലുവിനൊക്കെ അങ്ങനെ കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. പിന്നെ കാരണം നമ്മള് നേരത്തെ എത്തിക്കണം, നമുക്ക് ഇന്നും ടൈം ഉണ്ട്. നമ്മളാക്കും പോലെ പോവാ, ചായ ഒക്കെ കുടിച്ചിട്ട് പോവാ വിചാരിച്ച് അങ്ങനെ ചായ ഒക്കെ കുടിച്ചിരുന്നതാട്ടോ. മിലു ആ ഹെയർ ബാൻഡ് കണ്ടാ ഊരിട്ടോളം അറിയാതെ അങ്ങനെ ഇട്ടെടുക്കണം. കണ്ട അപ്പൊ കൂര. പിന്നെ വേറെ 2 ഫാമിലീസും ഉണ്ട് കേട്ടോ. ഷെറി മാത്രല്ലേ വരുന്നോളെ, 2 ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മളെ കൂടെ. നമ്മള് ഫൈനലി നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണ്. എയർപോർട്ടിൽ നമ്മളൊരു 2:15-2:30 ആയപ്പോ എത്തിയാണ്. അതുവരെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. പിന്നെ സമയം ഇങ്ങനെ കൂടുന്തോറും നമ്മളെല്ലാരും നല്ല ടയേർഡ് ആയിക്കണം. കാരണം ഓള് വരാൻ നല്ല ലേറ്റ് ആയി. പിന്നെ നമ്മൾ എയർപോർട്ടിന്റെ വാഷ്റൂമിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ എടുക്കുന്നു കേട്ടോ. ഗായ്സ് അപ്പൊ നമ്മള് എയർപോർട്ടിൽ എത്തിക്കണ്. ഇതാണ് നമ്മളെ സർപ്രൈസ് സാധനം. ഇതാണ് നമ്മളെ സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിയിൽ ചിന്നുവിന്റെ കൈമ മുറിയായി, ചെറിയൊരു സീനായി, ചോര വരുന്നുണ്ട്, അത് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കലകാല വിശദീകരിച്ചു കൊടുക്കും. എങ്ങനെയാ ഇത്? ബാത്റൂമത്തെ ലോക്ക് കിട്ടും. കുടുങ്ങിയതാണ്. ഓളെ തന്നെ കുടുക്കി. ഇപ്പോഴൊക്കെ എല്ലാരും ഓളിപ്പ വരുന്നില്ല ത്രില്ലിങ്ങിൽ ഇങ്ങനെ നിക്കാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോ എല്ലാരും മൂടും പോകും. ഓരോ പ്ലെയിന് എഞ്ചിൻ എന്തോ തകരാറായിട്ട് കാലിക്കറ്റ് വരണ്ടതിന് പകരം ഓല് കൊച്ചിയിലാണ് അത് ലാൻഡ് ചെയ്യിപ്പിച്ചത്. കാലിക്കറ്റിക്ക് തന്നെ വരാൻ നല്ല ലാഗായിട്ടോ. അതിന്റെ ഇടയിൽ മീലും ഇടയ്ക്ക് ഉറങ്ങണം നീക്കണൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അപ്പൊ തന്നെ 3:45 കഴിഞ്ഞിക്കണ്. 3:30 ഇറങ്ങേണ്ടതായിരുന്നു. നമ്മള് പിന്നെ 12:30 തന്നെ വീട്ടിൽ നിന്ന് വന്നോണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ വിശന്നപ്പോ ലേസ് എന്തെങ്കിലും മേടിക്കാൻ വിചാരിച്ച് കടയിൽ പോയിട്ടോ. അവിടെ ചെന്നപ്പോ ഒരാൾക്ക് ചോപ്പുള്ളു പറ്റിയ, ഒരാൾക്ക് പച്ചവളം, അങ്ങനെ തല്ലായിട്ടോ. അപ്പൊ നമ്മള് ആ ഷോപ്പിൽ നിന്ന് മാറിയിട്ട് വേറെ ഷോപ്പൊക്കെ പോവാണ് കേട്ടോ. എല്ലാവർക്കും പറ്റുന്ന ഒരു ഫ്ലേവർ ആണല്ലോ. നമ്മള് കട ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞങ്ങള് 3 കാരണം നമുക്ക് സമയം ഉണ്ട്. ഇപ്പോൾ കുറെ സമയം ഉണ്ടായത് എന്തോ കാട്ട എയർപോർട്ടില്ല, അങ്ങനെ ഒരു മൈൻഡ്. ഇവിടെ ഓറഞ്ച് ഉണ്ട് ഗായ്സ്. നമ്മൾ ഓറഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ബിങ്കോ ആകൊന്നുള്ളൂ. അത് നമ്മൾ പിന്നെ വെച്ചു എടുക്ക്. ഫൈനലി നമ്മളെ ബിങ്കോ കിട്ടിയിട്ടുണ്ട്. നമ്മളെ മുന്നിലൊരു പച്ചാളക്കാരനുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട് ഒരു ഫോണ് മറന്നു വെച്ച് പോയി. നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ അവിടെ ആ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ പട്ടാളക്കാർ ഡോഗ് സ്ക്വാഡൊക്കെ വന്നിട്ട് ഞങ്ങളതാണോ ചോദിച്ചു ഫോൺ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളതല്ല. പട്ടി അത് ഫോണൊക്കെ സ്മെല്ലൊക്കെ ചെയ്ത് നല്ല യുദ്ധത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എയർപോർട്ടിലൊക്കെ കേട്ടോ. ഓല് പിന്നെ ഫോൺ എടുത്ത് ഒരു പോയി. സമയം 6:50 മീലു പിന്നെ ഏതെങ്കിലും കുട്ടികളെ കിട്ടിയാവോലെ പിന്നാലെ കൂടും. ഒക്കെ പിന്നെ ആരായാലും കുഴപ്പമില്ല, കളിച്ചാൽ മതി എന്നുള്ള മൈൻഡാണ്. നമുക്ക് ടൈം പാസിന് ഓൾ തന്നെ ഉള്ളേനു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഓളെ കളിയൊക്കെ കണ്ടിരിക്കുന്നു. എൻ്റെ ഇടയിലൊക്കെ ചെറിയ ഇടക്കിടക്ക് വിളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു പ്ലെയിൻ അവിടെ നിർത്തിയിട്ടൊക്കെയാണ്, അപ്പോൾ ഉറങ്ങാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാല്ല, നമ്മളും കുറെ ഉറങ്ങാനൊന്നും പറ്റൂല. അവിടെ സ്ഥലമില്ല, ഒന്നാമത് ഇരിക്കാൻ പോലും സ്ഥലമില്ല. രാവിലെ വന്നല്ലോ എപ്പോഴാ വന്നേ? രാവിലെ ഞങ്ങൾ വന്നപ്പോ ഇങ്ങനെയുണ്ട്.
എല്ലാരും ബാറ്ററി അങ്ങനെ കൊറേ കാത്തിരിപ്പിനൊടിയിൽ ഷെറി വന്നിട്ടുണ്ടോ. ഞാൻ ഫസ്റ്റ് ഓളെ കണ്ടിട്ടുണ്ടായില്ല, ഞാൻ എന്താ പറഞ്ഞിട്ട് ഓളെ കാണുന്നുണ്ടായില്ല. ഞാൻ സഫൻക്ക് കാണിച്ചത് അതാ ഷെറി പറഞ്ഞു. മാഷാ അല്ലാ, ഓളും സേഫ് ആയിട്ട് എത്തിയാണ്. അപ്പൊ മിലു ആണല്ലോ മെയിൻ. ഇപ്പൊ എല്ലാവർക്കും മിലുവിനെ മതി. ഫസ്റ്റ് എല്ലാരും വരുമ്പോ ആദ്യം മിലുവിനെ നോക്കാം, പിന്നെ ബാക്കിയുള്ള ഓരോടത്തൊക്കെ പോകുള്ളൂ. അപ്പൊ മിലു ആണ് ഇപ്പൊ എല്ലാവർക്കും മെയിൻ ആയിട്ട് നിക്കണം കേട്ടോ. പ്രകാശമില്ലിനി പിഴിനീരു പെയ്ത മാറിയ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി മനം പകുത്തു നൽകിടാം കുറുമ്പു കൊണ്ടു മൂടിടാം. മിലുക്ക് ഷെറിന് അങ്ങനെ പരിചയമൊന്നുമില്ല കേട്ടോ. കണ്ട പരിചയം ഉണ്ടെങ്കിലും അത്ര ഉള്ളടത്ത് പോകണുണ്ടായിരുന്നില്ല. എന്റെ നെഞ്ചാകെ നീയല്ലേ. ഇതൊക്കെ ഷെറിന്റെ ഫ്രണ്ട്സും ഓളെ ഫാമിലിയും ഒക്കെ ഉണ്ടോ. അപ്പൊ ഓരോ വക ഉണ്ടായിരുന്നു ഒരു കുഞ്ഞി ബൊക്കെ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല റെഡ് റോസ് ഒക്കെ വെച്ചിട്ട്. എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളൂ നീ. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, പക്ഷെ ആർക്കും എനർജി ഇല്ല കേട്ടോ. കാരണം നമ്മളെല്ലാവരും നല്ലോണം ടയേർഡ് ആയിക്കണല്ലോ. അപ്പൊ ഇതാണ് കേട്ടോ ഷെറി, എന്റെ രണ്ടാമത്തെ താത്തയാണ്. ഓള് ഉസ്ബെക്കിസ്ഥാനിൽ MBBS ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും വന്നത് ഓളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വണ്ടിയായിട്ട് വന്നു കേട്ടോ. ഇനി ലഗേജ് ഒക്കെ അതിൽ വെച്ചിട്ട് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അതിന്റെ മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം നമ്മൾ ഇന്നലെ രാത്രി കഴിച്ച, പിന്നെ നമ്മൾ ലേറ്റ്സ് അങ്ങനത്തെ കേക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തിന്നിട്ടുണ്ടാലും വിശപ്പണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. മിലു ആണെങ്കിൽ ഷെറിനെ കാണുമ്പോ കരയാ. കാരണം അത് ഷെറി പോയിട്ട് 8 മാസമൊക്കെ ആയി. മിലും ചെറിയ കുട്ടിയെ വീഡിയോ കോളിൽ കണ്ടില്ല പരിചയമല്ലേ ഉള്ളൂ. ചെറിയ കുട്ടിയപ്പോ അത്ര ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓളെ കാണുമ്പോ കരയും. അപ്പൊ നമ്മൾ ചായ അടിക്കാൻ പിന്നെ ഒരു ഹോട്ടലിൽ കയറി. ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നാണ്. ഇന്ന് നമ്മള് പൊറോട്ടയും വെള്ളപ്പൊക്കെ തന്നെ കേട്ടോ ഓർഡർ ചെയ്ത്. പൊറോട്ടക്ക് നമ്മള് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ച് നല്ല വെള്ളക്കടലിന്റെ കറി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിലുക്കാണെങ്കിൽ അവളെ പൊടിയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഒക്കെ ഞങ്ങള് മാങ്ങാ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് അവൾ അങ്ങനെ മാങ്ങാ ജ്യൂസ് കുടിച്ചു. ഒക്കെ നല്ല ഇഷ്ടമായിക്കണേ. നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കി കുടിക്കണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് വിശപ്പ് മാറി. ഇനി വന്നാ ഒന്ന് കിടന്നാ മതി. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. അസ്സലാമു അലൈക്കും.